ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു പ്രിവിലേജ് ബിഗ് ബോസ് തോന്നുന്നു? കറക്റ്റ്, നല്ല ക്വസ്റ്റ്യനാണ്. സീസൺ 2 എൻ്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഇട്ടു, നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറേ പേർ കിട്ടിയെന്ന്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എന്നാലേ എൻ്റെ വാക്ക് എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. ഈ സീസൺ 6 എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 2 എൻ്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷ മാലയുണ്ടായി, പലതും എന്നെ ഇതെല്ലാം അഴിപ്പിച്ചു വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? എന്നാൽ സീസൺ 6 നമ്മൾ കണ്ടതാണ് പുറത്തുനിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ച് പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ തെറ്റ് പറയില്ല. പക്ഷേ പുറത്തുനിന്ന് ചെറിയ പാവകളായാലും എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പാവകളായാലും അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്തെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസും മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം, വേണ്ടേ? സീസൺ 2 എല്ലാവർക്കും പാവ കൊടുക്കും, ശരിയല്ലേ? അതാണ് എനിക്ക് കിട്ടിയ ചിന്നുപ്പാവ. ആ പാവ വെച്ച് ഞാൻ കളിച്ചു. അത് ദൈവം തന്ന വിഷയമാണ്, അല്ല എൻ്റെ കഴിവൊന്നുമല്ല. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം. അപ്പോൾ ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കിടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ അതെങ്ങനെ ശരിയാണ്? അപ്പോൾ പിന്നെ ഇതൊക്കെ മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയില്ല. കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിൻ്റെ ക്രെഡിബിലിറ്റിയെ, സീസണിൻ്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസ്യതയെ താഴേക്ക് കൊണ്ടുപോകും. ഈ സീസൺ താഴേക്ക് പോകാൻ പാടില്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറത്തുനിന്ന് ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി പുറത്തുനിന്ന് പൂജിച്ച മാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ ഒരു ബലമുള്ള വസ്തുവോ കൊണ്ടു കൊടുത്തിട്ട് പോകുമ്പോൾ ബാക്കി 12 പേര് 15 പേര് അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്നെപ്പോലെയൊക്കെ അനാഥമായി കയറി വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വേദനയും വിഷമം ഉണ്ടാവുകയില്ലേ? നിങ്ങൾ വെറുതെ പിടിക്കരുത്. നിങ്ങളുടെ റെസ്പോണ്ട്, നിങ്ങൾ മുമ്പോട്ട് കയറണം. അത് പാടില്ല. കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അല്ലേ? കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യരുത്, അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ബലത്തിൻ്റെ സാധനവും കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയുള്ള വലിയ പാവകളോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ കൊടുക്കരുത്. ഞാൻ ഇന്നലെ കൂടെ നോക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവുന്ന യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു. അതെനിക്ക് ഒരു ന്യായമായിട്ട് നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല.